വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നല്ല സമറിയാക്കാരന്റെ ഉപമ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തോടു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിന് അടുത്തു ചെന്ന് എണ്ണയും വീനും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്നാ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അവകാശപ്പെടുന്നത് ആയിത്തീരുകയാണ് മികവിന്റെ നിദാനം. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ തന്നെ സമൂഹത്തിൽപ്പെട്ട നിയമപണ്ഡിതരായിട്ടുള്ള മനുഷ്യർ യേശുവിനെ പലപ്പോഴും പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ സാധിക്കുമെങ്കിൽ സമൂഹത്തിൽ യേശുവിനെ ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെ യേശുവിനെ സമീപിക്കുക അവരുടെ ഹോബി എന്ന രീതിയിൽ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള മികവ് യേശു തന്റെ ഉത്തരത്തിലും തന്റെ പ്രതികരണ ശൈലിയിലും കാണിക്കുന്നതായിട്ടാണ് നാം കാണുക. ഇവിടെയൊക്കെ യേശു യഥാർത്ഥത്തിൽ അവകാശപ്പെടുന്നത് ആയിരിക്കുന്നു എന്നുള്ള ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മവിശ്വാസം ആയിരിക്കണം യേശുവിനെ ഈ തരത്തിലുള്ള മികവുറ്റ പ്രകടനങ്ങൾ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ സമീപിക്കുന്ന വ്യക്തികളുടെ നേർക്ക് പുലർത്താനിടവന്നത് എന്ന് വേണം വിചാരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക അങ്ങനെ ഒരു നിയമപണ്ഡിതൻ യേശുവിനെ സമീപിക്കുകയാണ്, പരീക്ഷിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടെ തന്നെ പ്രത്യേകമായ ഒരു ചോദ്യവും ആയിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ നിയമപണ്ഡിതന്റെ ചോദ്യം. യേശു ആ ചോദ്യകർത്താവിനോട് തന്നെ അതിനുള്ള ഉത്തരം പറയിപ്പിക്കുന്ന സാമർഥ്യമാണ് യേശു കാണിക്കുന്നത്. യേശു ആ നിയമ വിദഗ്ധനോട് തന്നെ ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്നാണ് അങ്ങോട്ട് മറുചോദ്യം ചോദിക്കുന്നത്. ഉത്തരം പറയുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു മര്യാദ എന്ന രീതിയിലാണ് അത് വന്നത് സംഭവിച്ചത്. അതുകൊണ്ട് നിയമപണ്ഡിതൻ അതിന് ഉത്തരമായിട്ട് നിയമത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിന് ഉത്തരം നൽകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതാണ് എല്ലാ നീതിയും പ്രമാണങ്ങളും അടക്കം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രമാണം
അതാണ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് പ്രമാണത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്ന് നിയമപണ്ഡിതൻ തന്നെ യേശുവിനോട് ഉത്തരം പറയുന്നു. യേശു നിയമപണ്ഡിതന്റെ ഉത്തരം കേട്ടതിന് ശേഷം പറയുന്നു, താങ്കൾ ശരിയായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, അതുപോലെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ താങ്കൾക്കായിട്ട് ലഭ്യമായിരിക്കും, നിത്യജീവൻ താങ്കളുടേതായിരിക്കും എന്ന് യേശു പറയുകയാണ്. പക്ഷേ ആ നിയമപണ്ഡിതൻ ഒരു സ്വല്പം ജാളിത അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആകണം വീണ്ടും ഒരു മറുചോദ്യം യേശുവിനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അറിഞ്ഞുകൂടാഞ്ഞിട്ടുള്ളൊരു ചോദ്യം എന്നതിനേക്കാൾ യേശുവിനെ വാക്കുമുട്ടിക്കുക എന്നുള്ളതായിരിക്കണം ആ നിയമപണ്ഡിതന്റെ ഉദ്ദേശം. അതിനും യേശു ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് യേശു ആ പണ്ഡിതനോടായിട്ട് പറയുക, നീയും അതുപോലെ പോയി ചെയ്യേ, അപ്പോ നീ രക്ഷ പ്രാപിക്കും. ആരാണ് അയൽക്കാരൻ എന്ന് ആ പണ്ഡിതനോട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നു യേശു പറഞ്ഞ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട്. ഇതാണ് യേശുവിന്റെ പ്രാഗൽഭ്യം. യേശുവിന്റെ ഈ തരത്തിലുള്ള പ്രാഗൽഭ്യം ഉടനീളം ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും യേശു അവകാശപ്പെടുന്നത് 100% ആയിരിക്കുന്നു എന്നുള്ള ആ അവബോധത്തിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസമായിരിക്കണം യേശുവിനെ ഈ തരത്തില് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാക്കാൻ ഇടവന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. യേശു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നമുക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും അവകാശപ്പെടുന്നത് ആയിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള വർധന രീതിയിൽ വിസ്മയനീയമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പ്രാപ്തരായിത്തീരും നാമും എന്നുള്ളതാണ് സത്യം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല.